ഹേ ഗായ്സ്, അപ്പോൾ ഇന്നൊരു ആഫ്റ്റർ സ്കൂൾ റൊട്ടീനാണ്. ഞാൻ പ്രോപ്പറായിട്ട് റൊട്ടീനും കാര്യങ്ങളൊന്നും ഫോളോ ചെയ്യാറില്ല. പക്ഷേ ഞാൻ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഡ്രസ്സൊക്കെ മാറി ഫുൾ ആ ഒരു പഠിക്കാനുള്ള ആ ഒരു സംഭവത്തിലേക്ക് റെഡിയാവും. ഡ്രസ്സൊക്കെ മാറി ഒന്ന് ഫ്രഷ് ആകുമ്പോൾ തന്നെ നമുക്കൊന്ന് ഒരുവിധം ഓക്കെ ആവുമല്ലോ. അതിന് ശേഷം എൻ്റെ ബാഗിലുള്ള എല്ലാവിധ ബുക്കുകളും കാര്യങ്ങളും എടുത്ത് ഞാൻ എൻ്റെ കട്ടിൽ പുറത്തോട്ടിടും. ലൈക്ക് ഞാൻ കിടക്കുന്ന കട്ടിൽ പുറത്തോട്ട് തന്നെ എല്ലാം വാരിയിടും. എല്ലാം വാരിയിട്ടിട്ട് ഞാൻ നോക്കും, ഓരോ വിധ ബുക്കുകളും എല്ലാം എടുത്ത് നോക്കും. എന്നിട്ട് എനിക്ക് ഏതൊക്കെയാണോ അതിനകത്ത് ചെയ്തു തീർക്കാനുള്ളത്, പഠിക്കാനുള്ള ഏതൊക്കെയാണ്, അങ്ങനെ നോക്കും. ഏതൊക്കെയാണ് എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നോക്കും. ഞാൻ എന്തായാലും എൻ്റെ 5 മെയിൻ ആയിട്ടുള്ള സബ്ജക്റ്റുകളും എല്ലാ ദിവസവും എനിക്ക് കൊണ്ടുപോകാനുണ്ട്. അതുകൊണ്ട് തന്നെ 5 ബുക്കും എൻ്റെ ഉണ്ടാവും. 5 ക്ലാസ് വർക്ക് എന്തായാലും എൻ്റെ ഉണ്ടാവും. അപ്പോൾ എനിക്കൊരു ഐഡിയ കിട്ടും അതിനകത്ത് ഏതൊക്കെയാണ് എനിക്ക് പഠിക്കാനുള്ളത്, ഏതൊക്കെയാണ് ഈ ക്ലാസ് വർക്ക് അല്ലെങ്കിൽ ഹോംവർക്ക് ചെയ്യാനുള്ളത് എന്നുള്ള ഒരു ഐഡിയ കിട്ടും. ഇത് നോക്കാണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും ഇത് ഓർക്കാൻ പോകുന്നില്ല. ഞാൻ പെട്ടെന്ന് ഈ കാര്യങ്ങളൊക്കെ മറന്നു പോകുന്നതാണ്. പക്ഷേ ഈ ബുക്ക് എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ സമയത്ത് എനിക്ക് ഓർമ്മ വരും. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാവിധ കാര്യങ്ങളും ഇങ്ങനെ എടുത്ത് നോക്കും. പിന്നെ വന്ന ഉടനെ തന്നെ എന്നെ കൊണ്ട് എന്തായാലും ലൈക്ക് റെഡി ആയിട്ടെല്ലാം ഒന്നും ചെയ്യാനൊന്നും പറ്റത്തില്ല. പക്ഷെ വന്ന് ഞാൻ സ്കൂൾ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ ആദ്യം ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ എൻ്റെ ബാഗ് കട്ടിലേക്ക് അങ്ങോട്ട് ഇടുക, ID കാർഡൊക്കെ വലിച്ച് ഊരുക, എന്നിട്ട് മാറി കട്ടിലോട്ട് അങ്ങോട്ട് കിടക്കുക. ഇതാണ് ഞാൻ ഇപ്പോഴും ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴും തന്നെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അധികം നേരം ഞാൻ കിടക്കാൻ നോക്കത്തില്ല. കാരണം കിടക്കാൻ നിൽക്കുകയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് കിടന്നു പോകും. പിന്നെ അന്നത്തെ പരിപാടി എല്ലാം അങ്ങോട്ട് ലൈക്ക് മിസ്സായിപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഞാൻ ഈ ഒരു 11th തുടങ്ങിയ സമയത്താണ് ഞാൻ ഈ ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് എൻ്റെ ബുക്കെല്ലാം എടുത്ത് നോക്കുക, എന്തൊക്കെയാണ് ചെയ്യാനുള്ളത്, ആ ഒരു പ്രോപ്പർ ഐഡിയ ഉണ്ടാക്കിയിട്ട് അതിനനുസരിച്ച് ഞാൻ ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കും. പിന്നെ വന്ന ഉടനെ ഈ പരിപാടി ചെയ്യാൻ നടക്കത്തില്ല. കാരണം ഞാൻ വീട്ടിലെത്തുമ്പോഴേക്കും ഒരു 3:30 4 മണി 4 മണിന്ന് വെച്ചോ 4 മണിയൊക്കെ ആവും. അപ്പം ഞാൻ പഠിക്കാൻ ഇരിക്കുന്നത് ഒരു 5 മണിക്കായിരിക്കും. 1 മണിക്കൂർ ഫുൾ എനിക്ക് റെസ്റ്റ് കൊടുക്കും. കാരണം നമ്മൾ സ്കൂളൊക്കെ കഴിഞ്ഞ് വന്നതാണ്. അപ്പോൾ ഒരു 5 മണി വരെ ലൈക്ക് ഫുൾ റെസ്റ്റ് കൊടുത്തിട്ട് 5 മണിക്ക് ശേഷം എനിക്ക് ലൈക്ക് അമ്മ തുണി വിരിക്കാനോ പാത്രം കഴുകാനോ അങ്ങനെ എന്തെങ്കിലും പരിപാടി ഉണ്ടാകും. പിന്നെ എനിക്ക് എന്തെങ്കിലും കഴിക്കണം, അങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യും. ഡ്രസ്സൊക്കെ മാറി ഫുൾ സെറ്റായിട്ട് ഒരു 6 മണിയൊക്കെ ആകുമ്പോഴേക്കും പഠിക്കാതിരിക്കും. അതായത് 2 മണിക്കൂർ ഫുള്ളി ഞാൻ പഠിക്കാൻ ഇരിക്കത്തില്ല. അത് കഴിഞ്ഞിട്ട് എന്തായാലും പഠിക്കാൻ ഇരിക്കത്തുള്ളൂ. ഒരു 6 മണി ആകുമ്പോഴേ എന്തായാലും ഞാൻ പഠിക്കാൻ ഇരിക്കുകയുള്ളൂ. പിന്നെ നമ്മൾ ബുക്കെല്ലാം സോർട്ട് ചെയ്തതിന് ശേഷം ഏതൊക്കെ ബുക്കാണ് വേണ്ടതെന്നൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ എല്ലാ ബുക്കും എടുത്തിട്ട് എൻ്റെ സ്റ്റഡി ടേബിളിൽ കൊണ്ടുവയ്ക്കും. ആൻഡ് എൻ്റെ ലൈക്ക് ടു ഡു ലിസ്റ്റ് എടുക്കും. ടു ഡു ലിസ്റ്റ് ഒക്കെ ഞാൻ എഴുതുന്ന ഈ ഒരു ബുക്കിലാണ്. ഈ ഒരു ബുക്ക് ഞാൻ 10th സ്റ്റാർട്ട് ചെയ്ത സമയത്ത് 10th എൻ്റെ സ്റ്റഡി വ്ലോഗ് കാണുന്ന ലൈക്ക് 10th തൊട്ട് എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്കറിയാം ഈ ഒരു ബുക്ക്. അറിയുമ്പോൾ ഈ ബുക്ക് ഞാൻ കുറേ പ്രാവശ്യം സമയത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. അവസാന സമയമൊക്കെ ആയപ്പോഴാണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയത്. അപ്പോൾ 11th എനിക്കിതിനകത്ത് കുറേ പേജ് ബാക്കിയുണ്ട്. അതുകൊണ്ട് തന്നെ 11th ഞാൻ ഇത് തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് എനിക്ക് വേണ്ട ഞാൻ ഒറ്റ ബുക്കുകളൊന്നും എനിക്ക് എൻ്റെ ടേബിളിൽ വെക്കുന്ന ഇഷ്ടമല്ല. ഈ ടു ഡു ലിസ്റ്റ് എഴുതാൻ വേണ്ടി മാത്രമാണ് ഞാൻ ബുക്കുകൾ എടുത്തുകൊണ്ട് വന്നത്. ബുക്കുകൾ ഒത്തിരി ബുക്കൊന്നും ഞാൻ വെക്കത്തില്ല ടേബിളിൽ. എനിക്കിപ്പോൾ പഠിക്കാനിരിക്കുന്ന ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷിൻ്റെ ടെക്സ്റ്റ് നോട്ട് അതിൽ കൂടുതൽ എനിക്ക് ഒന്നും അവിടെ വേണ്ട. പിന്നെ റഫ് ഞാൻ അവിടെ എടുത്ത് വെച്ചേക്കും. അതല്ലാണ്ട് അതിൽ കൂടുതലായിട്ടൊന്നും ഞാൻ അവിടെ വെക്കാൻ താല്പര്യപ്പെടുന്നതുമില്ല. ഞാൻ പൗച്ച് പോലും ഞാൻ അടച്ച് മാറ്റി വെക്കും. അപ്പോൾ വേണ്ടത് മാത്രം നമ്മുടെ ഇരിക്കുകയാണെങ്കിൽ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും ഇത് ഇത്രയുമാണ് എനിക്ക് ചെയ്യാനുള്ളത് എന്നുള്ളത്. പിന്നെ നിങ്ങൾ ടു ഡു ലിസ്റ്റ് എന്തായാലും പ്രിപ്പയർ ചെയ്ത് വെക്കണം. അപ്പോൾ ഞാൻ അന്നത്തെ ദിവസം പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു 5 എണ്ണമായിരുന്നു. 5 എണ്ണത്തിൽ എനിക്ക് എന്തോ ഒരു ഭാഗ്യം കൊണ്ട് 4 എണ്ണം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. 4 എണ്ണം സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. പിന്നെ ഒരെണ്ണം എനിക്ക് മിസ്സായി പോയത് എൻ്റെ എക്കണോമിക്സിൻ്റെ ചാപ്റ്റർ 1 റിവൈസ് ചെയ്യാനുണ്ടായിരുന്നു. അതാണ് മിസ്സായി പോയത്. അല്ലാണ്ട് എനിക്ക് ബാക്കി ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്ന എല്ലാവിധ കാര്യങ്ങളും എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പൊമഡോറോ ടെക്നിക്ക് നിങ്ങൾ യൂസ് ചെയ്യരുതെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത് താഴെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്കും പൊമഡോറോ ടെക്നിക്ക് വർക്കായിട്ടില്ലെന്ന്. അപ്പം നമുക്ക് ആ ടെക്നിക്കിന് വരാൻ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമുണ്ട്. ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഞാനിപ്പോൾ ഒരു 5 ടാസ്ക്കാണ് എനിക്ക് കൊടുത്തിട്ടുള്ളത്. 5 ടാസ്കിൽ ഞാൻ ലൈക്ക് ആ ടാസ്ക് തന്നെ ഡിവൈഡ് ചെയ്ത് 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് തന്നെ ഞാൻ 2 ടാസ്ക് ഒരുമിച്ചെടുത്തു. എന്നിട്ട് ആ 2 ടാസ്കും ഒറ്റ സിറ്റിങ്ങിൽ തന്നെ ആ 2 ടാസ്കും ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അതിന് കംപ്ലീറ്റ് ചെയ്യാൻ ഒരു 1 അവറിൽ മേളിലെങ്ങാണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് പെട്ടെന്ന് തന്നെ ഞാൻ എടുത്ത് ചെയ്തു, അത് കംപ്ലീറ്റ് ചെയ്തു. പെട്ടെന്ന് തന്നെ അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം സെക്കൻഡ് ടാസ്ക് അത് കഴിഞ്ഞിട്ട് ഞാനൊരു ബ്രേക്ക് എടുത്തു. ബ്രേക്ക് എന്ന് പറയുമ്പോഴേക്കും ഞാൻ അമ്മയുടെ അടുത്ത് പോയിട്ട് കുറച്ച് നേരം സംസാരിച്ചിരുന്നു. ആൻഡ് ലൈക്ക് അമ്മയുടെ പോയി സംസാരിച്ചിരുന്നു. അമ്മേനെ കുറച്ച് നേരം ഒന്ന് ശല്യപ്പെടുത്തുമ്പോഴേക്കും എൻ്റെ മൈൻഡ് ഒന്ന് സെറ്റാവും. അതിനുശേഷം വീണ്ടും ഞാൻ വന്നിരുന്നു. ഫോൺ ആ ടൈമിൽ ഞാൻ എടുത്തിട്ടില്ല. ആ ഫസ്റ്റ് ബ്രേക്കിൽ ഞാൻ ഫോൺ എന്തായാലും എടുത്തിട്ടില്ല. ആൻഡ് സെക്കൻഡ് സിറ്റിങ്ങിൽ ഞാൻ എടുത്തു. സെക്കൻഡ് സിറ്റിങ്ങിൻ്റെ സമയത്ത് ഞാൻ അടുത്ത 2 ടാസ്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ ഒരു ബ്രേക്ക് എടുത്തിട്ട് ഞാൻ തന്നെ 4 ടാസ്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. 4 ടാസ്ക് കംപ്ലീറ്റ് ചെയ്തപ്പോഴേക്കും പിന്നെ അടുത്ത ബ്രേക്ക് അത്യാവശ്യം ലെങ്തി ആയിട്ട് എടുത്തു. ലൈക്ക് ഞാൻ എൻ്റെ ഫോൺ കണ്ടു, ഞാൻ അമ്മയുടെ അടുത്ത് പോയി സംസാരിച്ചു, അങ്ങനെയൊക്കെ അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ളൊരു ബ്രേക്ക് ഞാൻ എടുത്തു. അത്
ലൈക്ക് എനിക്കൊരു സമാധാനം ഉണ്ടായിരുന്നു. ഞാൻ ഒരു കുറേ കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഈ ഒരു ബ്രേക്ക് എടുത്തത്. ലൈക്ക് അത്യാവശ്യം നല്ല ലെങ്തി ആയിരുന്നു. ഞാനൊരു 45 മിനിറ്റ്സോളം ഞാൻ അത്യാവശ്യം നല്ലപോലെ ആയിരിക്കും ഞാൻ സമയം നോക്കിയില്ല. എനിക്ക് എപ്പോഴാണോ പഠിക്കാനിരിക്കാൻ തോന്നുന്നത് അപ്പോൾ പഠിച്ചാൽ മതി എന്ന് ഞാൻ തന്നെ ലൈക്ക് മനസ്സിൽ വിചാരിച്ചു. കാരണം ഈ ഒരു സംഭവം എനിക്ക് ഇന്ന് ചെയ്ത് തീർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ആ ഒരു ചാപ്റ്റർ എനിക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. സെക്കൻഡ് ടൈം കൊണ്ട് ഞാൻ ആ ചാപ്റ്റർ റിവൈസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കിത് ലൈക്ക് കുഴപ്പമില്ല എന്നുള്ള ഇതായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ കാര്യമായിട്ട് എടുത്തില്ല. പിന്നെ ഞാനിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഇംഗ്ലീഷിലെ ചാപ്റ്റർ റീഡിങ് ആണ്. ചാപ്റ്റർ റീഡിങ്ങും പിന്നെ അതിനകത്തെ ക്ലാസ് വർക്ക് മാഡം ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടായിരുന്നു. അത് വീട്ടിൽ പോയിട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ചെയ്യലാണ് ഇവിടെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ ഞാൻ കംപ്ലീറ്റ് ആക്കിയതൊക്കെ കാണിച്ചു തരാണ് നിങ്ങളെ. എനിക്ക് ആ 4 കംപ്ലീറ്റ് ആക്കിയപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു. 9th ക്ലാസ്സിലുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ സത്യം പറയുകയാണെങ്കിൽ ഒട്ടും ടെൻഷൻ അടിക്കാണ്ട് തീർക്കാൻ പോകുന്നൊരു ക്ലാസ്സായിരിക്കും 9th-ലാണ് നിങ്ങൾക്ക് കുറച്ചും കൂടെ റിലീഫ് ഉണ്ടാവാൻ പോകുന്നത്. പിന്നെ ഈ ആൾക്കാർ പറയും 9th പാടാണ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ. ഒന്നുമില്ല, 9th ഭയങ്കര എളുപ്പത്തിൽ തീർക്കാവുന്നേ ഉള്ളൂ. ടിപ്സും കാര്യങ്ങളൊന്നും പറയാനായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല 9th. ലൈക്ക് 10th നിങ്ങളെങ്ങനെയാണ് പഠിക്കുന്നത് അതുപോലെയൊക്കെ തന്നെ 9th പഠിക്കുകയാണെങ്കിൽ 9th നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ 9th കണ്ടിന്യൂവേഷൻ 10th ഉണ്ടെന്നൊക്കെ പറയും. പക്ഷേ അത് വലിയ കാര്യമായിട്ടൊന്നും അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല പേഴ്സണലി. അതൊക്കെ അങ്ങോട്ട് തീരാവുന്ന വലിയ കുഴപ്പമില്ലാത്തൊരു ക്ലാസ്സാണ് 9th. 9th കുറച്ചും കൂടി നിങ്ങൾക്ക് ലൈക്ക് റിലാക്സ്ഡ് ആയിട്ടൊക്കെ ഇരുന്ന് പഠിച്ചാൽ മതി. 10th ആകുമ്പോഴാണ് നിങ്ങൾ സിലബസ് തീർക്കാനുള്ള ടെൻഷനും അങ്ങനെ ഇങ്ങനെയൊക്കെ വരുന്നത്. 9th ആ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നൈസായിട്ട് തന്നെ ക്ലാസ് പോകും. 9th അത്രയൊക്കെ തന്നെ ഉള്ളൂ, നമുക്ക് പെട്ടെന്ന് തന്നെ തീർക്കാവുന്നൊരു ക്ലാസ്സാണ്. പിന്നെ ഞാൻ പഠിക്കുന്ന സമയത്ത് ചെയ്യുന്നൊരു കാര്യമാണ് എനിക്ക് എന്നെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി തരൽ. പിന്നെ ഞാനവിടെ ഒരു ലൈക്ക് മിഠായി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ലൈക്ക് ഒരു സംഭവം ഞാൻ സക്സസ്ഫുള്ളായിട്ട് ചെയ്തു. എനിക്ക് ലൈക്ക് ഈ ഒരു ഡേ ഞാൻ ഒട്ടും വേസ്റ്റ് ആക്കിയില്ല. ഈ ഒരു ഡേ ഞാൻ പ്രൊഡക്റ്റീവായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ കാര്യങ്ങൾ. അതിൻ്റെ ആ ഒരു സന്തോഷത്തിലും കൂടെ ആയിരുന്നു ഞാൻ ലൈക്ക് അവസാനത്തെ ടാസ്ക് ചെയ്യാനിരുന്നത്. അവസാനത്തെ ടാസ്ക് ചെയ്യാൻ പറ്റാഞ്ഞ എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് എക്സോസ്റ്റഡായി. പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തതല്ലേ, അപ്പോൾ കുഴപ്പമില്ല, പിന്നെ ഇതെനിക്ക് പിന്നാലും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ അതൊക്കെ മാറ്റി വെച്ചൊരു 10:30 ആയപ്പോഴേക്കും ഞാൻ കിടക്കാൻ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ പഠിക്കുന്നതിന് ഒരു 30 മിനിറ്റ്സ് മുമ്പോ ഒരു 20 മിനിറ്റ്സ് മുമ്പോ നിങ്ങൾ ഫോൺ നോക്കരുത്. ഫോൺ മാറ്റി വെച്ചിട്ട് വേണം കിടക്കാനായിട്ട്. ഫോൺ നിങ്ങളുടെ ലൈക്ക് ഞാൻ അലാറം വെച്ചിട്ടൊക്കെ എഴുന്നേൽക്കുന്ന ആളാണ്. അലാറം ഇപ്പോൾ എനിക്കധികം വീണ്ടും വരാറില്ല. ലൈക്ക് ഓട്ടോമാറ്റിക്കലി ഞാനിപ്പോൾ 6 മണിയാകുമ്പോഴേക്കും എഴുന്നേറ്റ് ആ ഒരു ശീലം വന്നപ്പോഴേക്കും 6 മണിയാകുമ്പോൾ ഞാൻ ലൈക്ക് എനിക്ക് ഉറക്കം മാറത്തില്ല. പക്ഷേ എനിക്ക് ലൈക്ക് 6 മണിയായ ടൈമിൽ ആ ഒരു എഴുന്നേൽക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ശീലം ലൈക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇതാകുന്നതുകൊണ്ട് തന്നെ ആ ഒരു ശീലം വന്നതാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു 10-20 മിനിറ്റ് മുമ്പ് വരെ നിങ്ങളുടെ ഫോൺ മാറ്റി വെക്കണം. ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് വരെ ആ ഒരു ഗ്യാപ്പ് എടുത്തിട്ട് ഫോൺ മാറ്റി വെക്കണം. നിങ്ങളൊന്നെങ്കിൽ ബുക്സ് വായിക്കാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് കിടക്കുകയാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. ഞാൻ ഇപ്പോൾ ട്രൈ ചെയ്യുന്നത് ബുക്ക് വായിക്കാനാണ്. ഞാൻ ജസ്റ്റ് എനിക്കിഷ്ടമുള്ള ഏതെങ്കിലും ബുക്ക് എടുത്തുകൊണ്ട് വരും, ആൻഡ് അത് ഇരുന്ന് വായിക്കും. പിന്നെ എനിക്ക് വായിച്ചാലൊന്നും ഉറക്കം അങ്ങനെ കിടക്കുകയാണെങ്കിൽ ഉറക്കം വരും. അല്ലാണ്ട് എഴുന്നേറ്റൊക്കെ ഇരുന്ന് വായിക്കുകയാണെങ്കിൽ എനിക്ക് എന്തായാലും ബുക്ക് വായിക്കുമ്പോൾ ഉറക്കം വരുന്നില്ല. പിന്നെ രാത്രി ആയതുകൊണ്ട് തന്നെ ആ ഒരു ഇതിൽ അങ്ങോട്ട് കിടന്നുറങ്ങും. അത്രേ ഉള്ളൂ. അപ്പം നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുക ഫോൺ ആ ഒരു ടൈമിൽ കാണരുത്. അത് ഫോൺ എടുത്ത് വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഉറങ്ങാൻ പോകുന്നില്ല. ലൈക്ക് നിങ്ങൾ ഒരു റീൽ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അടുത്ത റീൽ കാണാൻ തോന്നും. പിന്നെ ഒരു യൂട്യൂബ് വീഡിയോ കാണുവാണെങ്കിൽ വേറെ വീഡിയോ കാണാൻ തോന്നും. അതിൻ്റെ റെക്കമെൻഡേഷൻസൊക്കെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും രാത്രി ഫോൺ കാണുമ്പോൾ. അപ്പോൾ അങ്ങനെയൊക്കെ വരും. അപ്പോൾ നിങ്ങൾ മാക്സിമം അത് അവോയ്ഡ് ചെയ്യാൻ നോക്കുക. അത് നിങ്ങൾക്ക് ഒട്ടും ലൈക്ക് ബെനഫിറ്റ് ചെയ്യില്ല. നിങ്ങളുടെ സ്റ്റഡി സ്പേസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉണ്ടാവേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ വെള്ളത്തിൻ്റെ കുപ്പി. എന്തായാലും ഉണ്ടാവണം. സ്റ്റഡി സ്പേസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണത്. അപ്പം ഞാൻ എൻ്റെ വെള്ളത്തിൻ്റെ കുപ്പി എപ്പോഴും എൻ്റെ അടുത്ത് തന്നെ വെച്ചിട്ടുണ്ടാവും. നിങ്ങളിപ്പോൾ ഇത് നിങ്ങൾക്കിപ്പോൾ കാണാം, എൻ്റെ അടുത്ത് തന്നെ എൻ്റെ ലൈക്ക് വാട്ടർ ബോട്ടിൽ കാണും. ഞാനത് കാണുമ്പോൾ മാത്രമേ അത് കാണുമ്പോഴേ ഞാൻ ഓർക്കത്തുള്ളൂ വെള്ളം കുടിക്കേണ്ട കാര്യം. ഞാൻ കുടിക്കും. പിന്നെ എൻ്റെ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് ലൈക്ക് വെള്ളം ഫുള്ള് നിറച്ചിട്ട് സ്കൂളിലേക്ക് പോകും. തിരിച്ചു വരുമ്പോഴേക്കും അത് കഴിഞ്ഞിട്ടുണ്ടാവും. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വൈകുന്നേരം പഠിക്കുന്ന സമയത്ത് വീണ്ടും വെള്ളം നിറയ്ക്കും. ആ വെള്ളം ലൈക്ക് ആ വൈകുന്നേരത്തിനുള്ളിൽ തന്നെ തീർക്കണം എന്നാണ് എൻ്റെ ലക്ഷ്യം. എന്നിട്ട് എനിക്ക് പിറ്റേ ദിവസം വേറെ വെള്ളം നിറയ്ക്കാം. അപ്പോൾ ഈ ഒരു അളവിൽ വെച്ചിട്ടാണ് ഞാൻ വെള്ളം കുടിക്കുന്നത്. പിന്നെ വെള്ളം കുടിക്കൽ ഭയങ്കര കുറവായിരുന്നു ഒരിടയ്ക്ക് അങ്ങനെ. പക്ഷേ ഇപ്പോൾ വലിയ കുഴപ്പമില്ല. ഇപ്പോൾ വീണ്ടും ഞാൻ വെള്ളമൊക്കെ കുടിച്ച് തുടങ്ങുന്നുണ്ട്. പക്ഷേ നിങ്ങളെന്തായാലും എല്ലാ ദിവസവും വെള്ളം കുടിക്കൽ അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ വെള്ളം കുടിക്കാം. പിന്നെ പ്രോപ്പർ ഫുഡ് അതിനെല്ലാം കഴിക്കാം. ഞാൻ പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കൽ കുറച്ച് കുറവാണ്, പ്രത്യേകിച്ച് ബ്രേക്ക്ഫാസ്റ്റ്. പക്ഷേ നിങ്ങളൊരിക്കലും ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊന്നും സ്കിപ്പ് ചെയ്യാൻ നിൽക്കരുത്. ഞാൻ ഇടയ്ക്ക് സ്കിപ്പ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ നിൽക്കുന്ന ഒരാളായിരുന്നു. പക്ഷേ അതൊരിക്കലും ചെയ്യാൻ പാടില്ല. ബ്രേക്ക്ഫാസ്റ്റ് കമ്പൽസറി ആയിട്ട് കഴിക്കേണ്ട ഒരു സംഭവമാണ് ബ്രേക്ക്ഫാസ്റ്റ്.
അപ്പോൾ ഏതായാലും ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.